ലാസ്റ്റ് 2 വീഡിയോയ്ക്കും എൻ്റെ ലൈഫുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് പേര് ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞതിൽ വളരെ സന്തോഷം. ഒപ്പം നിങ്ങൾ തന്ന ആ സപ്പോർട്ടിന്. ഇന്ന് ഒരു ലൈഫ് എക്സ്പീരിയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം പറഞ്ഞിട്ട് ഞാൻ പൊക്കോളാം. ഈ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനുള്ള ഐഡിയ തന്നത് സത്യത്തിൽ എൻ്റെ ഹസ്ബൻഡാണ്. പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ ഞാനൊരു പഠിപ്പിയായിരുന്നു ഗൈസ്. എൻ്റെ യഥാർത്ഥ കഴിവ് തിരിച്ചറിഞ്ഞ് സത്യം പറഞ്ഞ ഒരേ ഒരു അധ്യാപകനെ എനിക്കുണ്ടായിരുന്നുള്ളൂ. അതെൻ്റെ സുഹൃത്തിൻ്റെ അച്ഛൻ കൂടിയായിരുന്ന കണക്ക് മാഷാണ്. പുള്ളി എന്നെ എൻ്റെ സുഹൃത്തുക്കളെയും വിളിച്ചിരുന്നത് മൂക്കില്ല രാജ്യത്തെ മുറിമൂക്കൻ രാജാക്കന്മാരെന്നായിരുന്നു. അന്ന് അതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലായില്ലെങ്കിലും കോളേജ് പഠനകാലത്ത് ശരിക്കും തിരിച്ചറിഞ്ഞു കേട്ടോ. ഒന്നുകിൽ നമ്മൾ എല്ലാത്തിലും ബെസ്റ്റ് ആയിട്ടുള്ള ഇൻ്റലിജൻ്റ് എന്നൊക്കെ വിളിക്കാൻ പറ്റുന്ന വിദ്യാർത്ഥികളാവണം, അല്ലെങ്കിൽ കട്ട ഉഴപ്പനായിരിക്കണം. എങ്കിലേ ലൈഫ് വേഗം രക്ഷപ്പെടുള്ളൂ. അതിനിടയിൽ നിൽക്കുന്ന ആവറേജുകാരില്ലേ, എന്നെപ്പോലെയുള്ള ആവറേജുകാർ, നമ്മളിങ്ങനെ കുറച്ചധികം തുഴയും. എന്തിലാണ് നമ്മുടെ കഴിവെന്ന് തിരിച്ചറിയാൻ സമയം എടുത്തെടുത്ത് ചെയ്യുന്ന ഏതിലും സ്വയം കണ്ടെത്താനോ ആനന്ദം കണ്ടെത്താനോ ആവാതെ ഒന്നിന്ന് മറ്റൊന്നിലേക്ക് ഇങ്ങനെ പൊക്കോണ്ടേയിരിക്കും. സ്കൂളിലെങ്ങാനും കുറച്ച് മാർക്ക് മേടിച്ച് ക്ലാസ്സിൽ അത്യാവശ്യം ഫെയിം കിട്ടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ അത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു പ്രഷറുണ്ട്. 1ാം ക്ലാസ് തൊട്ട് തുടങ്ങിയതാണ് എനിക്കത്. നിങ്ങൾക്കറിയോ, 10ാം ക്ലാസ്സിലെ ആദ്യത്തെ എക്സാം ആയിട്ടുള്ള മലയാളത്തിന് സമയം തികയാതെ വന്ന് A+ പോകുമെന്ന് പേടിച്ച് എക്സാം ഹാളിൽ തല കറങ്ങി വീണ മുതലാണ് ഞാൻ. ഫുൾ A+ ഇല്ലാന്നറിഞ്ഞപ്പോൾ കരഞ്ഞു മേടിക്കിയ ദിവസങ്ങളുണ്ട് എനിക്ക്. ആക്ച്വലി ലൈഫിലെ ഒരു പോയിന്റിലാവും എന്നെപ്പോലെയുള്ളവർ തിരിച്ചറിയുന്നത് A+ മാർഗമൊന്നും അല്ല നമ്മളെ ഡിഫൈൻ ചെയ്യുന്നത്, മറിച്ച് നമുക്ക് ജന്മനാ കിട്ടുന്ന അല്ലെങ്കിൽ വളർച്ചയുടെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നേടിയെടുക്കുന്ന ഏതെങ്കിലും ഒരു സ്കില്ലാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നതെന്ന്. ഇത്തരം തിരിച്ചറിവ് വരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ആവറേജുകാർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുത്തേക്ക്. അപ്പോൾ ബൈ.